ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പൊന്നു മക്കളെ, ചേച്ചി ആ നമ്പർ തന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണാവുന്ന ജനം മുഴുവനും ഇതിലേക്ക് കയറി വന്നു. ചേച്ചി വിഷമം കൊണ്ട് പറയുന്നതല്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും സമാധാനമില്ലാതെ ഓടുകയാണെന്നുള്ളത്. പലരുടെയും പ്രശ്നങ്ങൾ കേട്ടിട്ട് ചേച്ചി ഞെട്ടിപ്പോയി. ഈ ലോകത്തിൽ ഇങ്ങനെയും പ്രശ്നമുള്ള മക്കളുണ്ടോ എന്ന് തോന്നിപ്പോയി. മക്കളെക്കുറിച്ച് വിഷമിക്കുന്നവർ, കടബാധ്യതകൾ, കോടികൾ കടമുള്ളവർ, മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, വീട് പണിയാത്തവർ, മാനസിക രോഗമുള്ള മാതാപിതാക്കൾ, എന്തു വേണം? എനിക്ക് കേട്ടിട്ട് പേടി തോന്നുന്ന പോലത്തെ വിഷമങ്ങൾ. അപ്പം അത്രമാത്രം നമ്മൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂറോ മറ്റോ ഉറങ്ങിയിട്ടുള്ളൂ. അതിനുള്ള ആരോഗ്യം ചേച്ചിക്ക് ഇല്ല കുട്ടികളെ. ചേച്ചി പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പല ഓപ്പറേഷൻസ് കഴിഞ്ഞവളാണ്. ഇപ്പോൾ അതേ കയ്യിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളുകളായിട്ടില്ല. എൻ്റെ വീട്ടിലെ പണികൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. അങ്ങനെ ഭയങ്കര ഭാരമുള്ള ഒരു ജീവിതമുള്ളവളാണ് ഞാൻ. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു സഹനവും ഇല്ല എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് പറയണം, കുറേ മെസ്സേജുകൾ ഇങ്ങനെ ഇടല്ലേ മക്കളെ, അയക്കണ്ട. ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവിടെ ഇരുന്നാൽ മതി. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും, എല്ലാ വ്യൂവേഴ്സിനും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ചേച്ചി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ജപമാലയിൽ നിങ്ങളെ സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ പേരുടെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് പലരും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത് ക്രമേണേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ചേച്ചി കാല് പിടിക്കാൻ എൻ്റെ പൊന്നുമക്കളുടെ. ചേച്ചിക്ക് അങ്ങനെ കുറേ മെസ്സേജുകൾ ഇടണ്ട മക്കളെ. എന്നെ വാട്സാപ്പിലും ഇതിലും വിളിക്കണ്ട, കുറേ കഴിയട്ടെ. ചേച്ചി അതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരു ധ്യാന കേന്ദ്രങ്ങൾ പോലെ നമുക്ക് വേണ്ടി ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടോക്ക് തരാൻ പറ്റുമോ? അതുമാത്രമല്ല, എനിക്കിപ്പോൾ 10-20 ജപമാല ചൊല്ലിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാവുമോ? ചേച്ചിയുടെ പേഴ്സണൽ പ്രേയേഴ്സ് കഴിക്കണ്ടേ? അതുകൊണ്ട് സ്നേഹത്തോടെ ചേച്ചി എൻ്റെ കുട്ടികളോട് പറയുക, ചേച്ചിക്ക് ദയവുണ്ടായിട്ട് ചേച്ചിയെ വിളിക്കുകയോ മെസ്സേജുകളിടുകയോ ചെയ്യല്ലേ. ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യ്. പ്രൈസ് ദി ലോർഡ്. 2, എല്ലാറ്റിനുമായിട്ട് ചേച്ചി ഒരൊറ്റ ഉത്തരം പറഞ്ഞ് ഇതിനൊക്കെ പരിഹാരം ഇതിന് തന്നെ പറയുന്നുണ്ട്. ഇന്നത്തെ കാലം വളരെ മോശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പലരെയും കേട്ടതുകൊണ്ട് 1-2 ഉത്തരം പറയണം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് അവർ പഠിക്കുന്നില്ല. അവർ കഞ്ചാവ്, അവർ തോന്നിയ പോലെ അവരെ കൊണ്ട് ഭയങ്കര ബേർഡൻ. ഇത് എല്ലാ ഒട്ടുമിക്ക വീടുകളിലുണ്ട്. കാരണം അത് വചനം പൂർത്തിയാവുകയാണ്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നു, അവസാന നാളുകളിൽ കൃതജ്ഞതാശൂന്യരായ മക്കളുണ്ടാകുന്നു. അപ്പം ഇങ്ങനത്തെ മക്കൾ ഇന്ന് ലോകത്തിൽ മുഴുവനുണ്ട്. അത് നിങ്ങളുടെ ഒരാളുടെ 2 വിഷയമല്ല. അതുകൊണ്ട് മക്കളിൽ നിന്ന് ഇത് 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു, എങ്കിലും ഞാൻ പറയാം, മക്കളിൽ നിന്ന് നിങ്ങളൊന്നും കൂടുതൽ പ്രതീക്ഷിക്കാതെ അവരെ ഉപദേശിക്കാനും നിൽക്കണ്ട. ചിലപ്പോൾ വല്ലവൻ്റെ കൂടി ഓടിപ്പോവും ചെറുപ്രായത്തിൽ തന്നെ. നിങ്ങൾ നാണം കിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് കർത്താവ് പറയുന്നത്. ആ ഇസഹാക്കിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഒക്കെ മക്കളെ കൊണ്ട് അവർക്ക് എന്ത് ഉപകാരം മക്കളെ ഉണ്ടായിട്ടുള്ളത്? ആ ഇസഹാക്കിൻ്റെ 2 മക്കളും 2 വഴിക്ക് പിരിഞ്ഞു പോയി. അവസാന കാലങ്ങളിൽ ഇസഹാക്കിന് 2 കണ്ണും നഷ്ടപ്പെട്ടു പോയി. കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അത് കഴിഞ്ഞ് വചന അവസാനം പറയുന്നു, അവസാന നാളുകളിൽ അവൻ്റെ മരുമക്കൾ അവൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാക്കി തീർത്തുന്ന്. ഈ ഇസഹാക്കിൻ്റെ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അമ്മാവനാൽ പീഡിപ്പിക്കപ്പെട്ട് കടന്നു പോയത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് സഹിക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബലം പിടിച്ച് ജപമാല എടുക്കും നിങ്ങൾ. ഇപ്പോൾ കണ്ടു, ചേച്ചിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ച് മൊബൈലിൽ നോക്കിയിരുന്നാൽ മതി. ഒന്നാമത് എൻ്റെ കണ്ണു പോവും, പ്രായമായില്ലേ. എന്നാൽ ചേച്ചി ഇത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രയർ മുടങ്ങും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വിളിച്ചാൽ ഞാൻ എടുക്കില്ല. ചിലപ്പോൾ ഞാൻ വോയിസുകളൊന്നും ഞാൻ കേൾക്കില്ല. ചേച്ചിയുടെ മൊബൈൽ ഹാങ് ആയിപ്പോയാൽ ചേച്ചി എന്ത് ചെയ്യും? ഈ നമ്പർ അങ്ങോട്ട് മാറ്റേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചേച്ചിയെ വിളിക്കല്ലേ എൻ്റെ കുട്ടികൾ. ചേച്ചി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വോയിസ് മെസ്സേജും ഇടണ്ട. ഞാനതന്ന് അറിയാതെ പറഞ്ഞു, ഇങ്ങനെ അറിയുമെന്ന് ചേച്ചി വിചാരിച്ചില്ല. ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുട്ടികളോട് സ്നേഹം നിറഞ്ഞുകൊണ്ട് പറയണം. എല്ലാവരും എന്നെ വിളിച്ചവർ, എന്നെ സ്നേഹിച്ചവർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കെട്ടിപ്പിടിച്ച് ചേച്ചി ഉമ്മൻ തരുന്ന എല്ലാവർക്കും, എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങൾ ഇത്ര സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അല്ലാണ്ട് എനിക്കിങ്ങനെ ഒരു സ്നേഹം വരുമോ?
സങ്കടപ്പെടുക. ഞാൻ ഓരോരുത്തരുടെ ഇത് കേട്ട് കഴിഞ്ഞ് കർത്താവേ എന്ന് പറഞ്ഞ് നെഞ്ചിൽ ഞാൻ കൈവയ്ക്കുക. നീ എന്താ മറിഞ്ഞു നിൽക്കണേ, ചെല്ല് ഈ വീടുകളിലേക്കെന്ന് പറയാണ്. രണ്ടാമത്തെ പോയിന്റ്, ആരെങ്കിലും പൂരം ഉത്സവം നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ശീലിക്കരുത്, അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കരുത്. അത് നമുക്കുള്ളൊരു നിയമമാണ്, മറ്റുള്ളവർക്കത് അറിയില്ല. അവർക്കറിയില്ല മക്കളെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3, അത് നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക. ബൈബിള് വായിക്കുക എൻ്റെ കുട്ടികൾ. എന്നിട്ട് ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുന്നിട്ട് ബൈബിള് വായിച്ചിട്ട്. ഇനി മറ്റൊരു കാര്യം ചേച്ചിക്ക് പറയാനുള്ളതാ. ഇത് ഒരു പ്രാവശ്യം ചേച്ചി പറഞ്ഞതാണ്, പറഞ്ഞിട്ടും വീണ്ടും 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 ഈ കടബാധ്യത എന്ന് പറഞ്ഞിട്ട് വിളിച്ചവർ ഏതാണ്ട് 3/4 കടബാധ്യതയായിട്ട് വിഷമിക്കുന്നവരാ. 3/4 ഞെട്ടിപ്പോയി ചേച്ചി അത് കേട്ടിട്ട്. എന്താ ഈ കേൾക്കണത്? ഇത്രമാത്രം കടം എങ്ങനെയാണ് മനുഷ്യന് വരുന്നത്? അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറഞ്ഞു തരാനുള്ള വലിയൊരു കാര്യമാണ് ചേച്ചി പറയുന്നത്. നിങ്ങൾക്ക് 10 രൂപ കിട്ടിയാൽ ജോലി ചെയ്യാൻ ആരും മടിക്കരുത്. ജോലിക്ക് പോകണം എല്ലാവരും. ഈ ജോലി ചെയ്ത് നിങ്ങൾക്ക് 10 രൂപ കിട്ടിയാൽ അതിൽ 5 രൂപ നിങ്ങൾ എവിടെയെങ്കിലും കുറി വെച്ച് നിക്ഷേപിക്കുക. നിങ്ങളുടെ മക്കളുടെ സ്നേഹം പിടിച്ച് പറ്റാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർക്ക് ബൈക്ക് മേടിച്ച് കൊടുക്കാനും അവർക്ക് പിന്നെ അത് നാളെ ഇവരെ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടും കേട്ടോ. മക്കളോട്, എൻ്റെ പൊന്നുമക്കളോട് തന്നെയാണ് ചേച്ചി ഇത് പറയുന്നത്. ചേച്ചി ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് ഷെയർ ചെയ്യുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവാക്യം, മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. കേട്ടോ മക്കളാ വചനം? മഴ പെയ്യുന്നറിയാം, ഉറുമ്പ് വരിയിട്ട് ഇങ്ങനെ പോയിട്ട് ഭക്ഷണം കൊണ്ട് പോകണുണ്ടോ? എവിടേക്കോ കൊണ്ടുപോയി നമ്മുടെ വാതിലിൻ്റെ ഇതിൻ്റെയൊക്കെ കൊച്ചു കൊച്ചു ഹോളുകളിൽ അത് പോയി നിക്ഷേപിക്കണ്. എവിടെയാണോ ഹോളുകൾ, എവിടെയാണോ പൊത്തുള്ളത്, അതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കുന്നു. ആ പൊത്ത് അതിൻ്റെ കലവറയാ. കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നത്. ഏത് കൊയ്ത്തുകാലം? അതിൻ്റെ ജീവിതത്തിൽ ഓടി നടന്ന് ഭക്ഷണം കാണുന്നത് അതിന് കൊയ്ത്തുകാല. ഇതുപോലെ ഏതോ ഒരു വേനൽക്കാലം, ഒരു കൊയ്ത്തുകാലവും എല്ലാ മക്കളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഈ കൊയ്ത്ത് കാലത്ത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി 10 രൂപ നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അത് ഏത് മക്കൾക്കും ദൈവം തരും. അതപ്പം നിങ്ങൾ നിക്ഷേപിക്കുക. ജോലി ചെയ്ത് വന്നു, മാസമാകുമ്പോൾ തികയുന്നില്ല, എന്നാൽ പിന്നെ അതിപ്പോൾ അവിടെ വേറെ എണ്ണം കാണുന്നുണ്ട്. എന്നാൽ എൻ്റെ കുട്ടൻ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, എൻ്റെ കുടുംബത്തേക്ക് ഇത് അപ്പുറത്ത് വേണം, അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെയുണ്ട്, അപ്പോൾ എനിക്ക് ഇതും കൂടി വേണം. നിങ്ങൾക്ക് കടം വരും കേട്ടോ കുട്ടികളെ. ഇതൊരു വലിയ പോയിന്റ്. എല്ലാവർക്കും ആയിട്ട് ചേച്ചി ഇതിൽ മെസ്സേജ് ഇടുന്നു. ഇനി ചില മക്കൾക്ക് ഓട്ടിസം ബാധിച്ച മക്കളുള്ള അമ്മമാർ എന്നെ വിളിച്ചു. സങ്കടമായി എനിക്കത് കേട്ടിട്ട്. എന്താ ചെയ്യാൻ പറ്റുക മക്കളെ? ദൈവം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ശുദ്ധീകരണം അനുവദിച്ചിരിക്കുന്നു. നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ ആ വീട്ടിലെ ബലിവസ്തുവാക്കിയിരിക്കുന്നു. 3, നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളും തമ്മിൽ നല്ലൊരു സ്നേഹത്തിലും ഐക്യത്തിലും പോകുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണം, നിങ്ങൾ ആത്മീയ മക്കളാക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചേച്ചി ഇത് പറഞ്ഞത് മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ജഡീകരായിട്ടാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത് ആദ്യത്തെ ആദത്തിൽ നിന്ന്. അവർ ജഡീകരാണ്. കർത്താവ് പറഞ്ഞു, മുള്ളും മുൾച്ചെടികളും നിനക്കായിട്ട് ഞാൻ നട്ടുപിടിപ്പിക്കും, നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് കാലയാപനം ചെയ്യണം. കണ്ടു? എന്നാൽ ഈ ജഡീക മനുഷ്യൻ മരിക്കണം. അതായത് നിങ്ങളാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം. അതിനും അപ്പുറത്ത് മറ്റൊരു വചനമാണ്, റോസാച്ചെടി വെട്ടിയൊരുക്കുന്നു. വെട്ടും കർത്താവ്. നിങ്ങളിലെ ചില്ലകളെ കർത്താവ് വെട്ടിയൊരുക്കും. അതാണ് രോഗങ്ങളും സഹനങ്ങളും നിന്ദനങ്ങളും അപമാനങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഈ വെട്ടിയൊരുക്കിയിട്ട് നിങ്ങളെ ദൈവം മാറ്റി മറ്റൊരു പറമ്പിലേക്ക് നടുന്നത്, ഇപ്പം ചില്ല ഒരുക്കി അതിന് നല്ല പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളെ ആത്മീയ മക്കളാക്കാനാ. ഈ ആത്മീയ മക്കളാണ് ദൈവവുമായിട്ട് അഭേദ്യ ബന്ധത്തിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് ബൈബിൾ പഠിക്കുന്നത്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഞാൻ ഇതാ എന്ന് പറയും. കർത്താവിൻ്റെ വചന. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. ഇത് ഈ വീണ്ടും ജനിച്ച മക്കളോട് കർത്താവ് പറയുന്ന വാക്കാ. അപ്പം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ സഹനങ്ങൾ ഒരു വീണ്ടും ജനനാനുഭവത്തിലേക്ക്, ഒരു വെട്ടിയൊരുക്കലിന്, നിങ്ങളാകുന്ന ഗോതമ്പ് മണി പൊട്ടിപ്പുറത്തു വരാൻ അതിനുവേണ്ടി ദൈവം അനുവദിക്കുന്നതാ.
പലരും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അവരെ ഒരു ആഭിചാരം ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എങ്കിൽ ഞങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ ആഭിചാരം ചെയ്തിട്ടുണ്ടാവണം ഞങ്ങൾ ഈ ദേശത്തുനിന്ന് പോവാൻ? ഒരാഭിചാരവും ഞങ്ങളെ തൊട്ടില്ലല്ലോ. അവസാന കാലങ്ങളിൽ നമ്മുടെ വിശുദ്ധ യോഹന്നാൻ പറയുമായിരുന്നു അത്രേ, അവൻ സ്നേഹമായിരുന്നു എന്ന്. ചേച്ചിക്ക് ഒന്നേ പറയാനുള്ളൂ, അവൻ സ്നേഹമാണെന്ന്. ഈ വെട്ടിയൊരുക്കലൊക്കെ കഴിഞ്ഞു എന്ന് ചേച്ചിക്ക് പൂർത്തിയാവാൻ പറയാൻ പറ്റില്ല. ഇന്നും വെട്ടിയൊരുക്കുന്നുണ്ടായിരിക്കും ഈശോ. പക്ഷെ എന്ത് വന്നാലും നോ പ്രോബ്ലം. ഇന്നലെ ഉറങ്ങാതിരുന്നപ്പോൾ പകച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു തോന്നി. കർത്താവിൻ്റെ മുമ്പിൽ വന്നു, മാതാവിൻ്റെ മുമ്പിൽ, കാരണം നാമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാ, മുൻപിൽ വന്നിരുന്ന് കരഞ്ഞു ഞാൻ പെട്ടെന്ന്. അമ്മേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഈ കുട്ടിയോടൊരു വാഗ്ദാനം കൊടുത്തു പോയില്ലോ, എൻ്റെ നമ്പർ കൊടുത്തു പോയി, തെറ്റായി പോയില്ല അമ്മേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, അവരെ ആരും വിഷമിപ്പിക്കാനും എനിക്ക് ഇഷ്ടമില്ലല്ലോ, വിളിച്ചോണ്ട് മക്കളെ നിങ്ങൾ വിളിക്കില്ലെന്ന് ചിലരോടൊന്നും ഞാൻ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. സോറി, എൻ്റെ വാക്കുകൊണ്ട് വേദന ഉണ്ടാക്കിയെങ്കിൽ സോറി. എൻ്റെ കുട്ടികളെ ക്രമേണ കുറേശ്ശെയായിട്ട് ചേച്ചി എന്നിട്ട് ഒരാൾക്ക് അങ്ങനെ ഇങ്ങനെ പറയുക ചേച്ചി, എനിക്ക് അറിയില്ല ആരോടാ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഏത് ദേശക്കാരോട് വിളിച്ചവർ ഒട്ടുമിക്കതും ന്യൂയോർക്കിൽ നിന്നും USA നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും UK എന്നുള്ളവരൊക്കെ ആയിരുന്നു. എങ്ങനെ ചേച്ചി അവരോടൊക്കെ പറയുക? അറിയുന്നില്ല. പ്രാർത്ഥിക്കുക എൻ്റെ മക്കൾക്ക് ചേച്ചി, കേട്ടോ. ആരും വേദനിക്കരുത്. കുറച്ച് കാലത്തേക്ക് ചേച്ചിയെ വിളിക്കേണ്ട, ചേച്ചി പ്രാർത്ഥിക്കട്ടെ, ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ